സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആണ്, പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, HSST അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും. ആ ഒരു പേരിൽ HSSTക്ക് അപ്ലൈ ചെയ്യാത്ത ഒരുപാട് പേരും നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തവർ അല്ലെങ്കിൽ മുൻപ് തന്നെ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തവർ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് HSST ഇപ്പോൾ HSST നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ? നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് മെയ് ടു ജൂലൈ ആ ഒരു ഇടയിലായിരിക്കും എക്സാം നടക്കാനായിട്ട് പോകുന്നത്. സോ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. സോ തീർച്ചയായിട്ടും സാധിക്കും, തീർച്ചയായിട്ടും നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ എടുക്കുക, അതായത് നമ്മുടെ PSC പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തിട്ട് അതിൽ മൈ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തെങ്കിൽ കേട്ടറ്റ് നമുക്ക് ആഡ് ചെയ്യാം, CTET ക്വാളിഫൈ ചെയ്തെങ്കിൽ CTET ആഡ് ചെയ്യാം. അതുപോലെ സെറ്റ് ക്വാളിഫൈ ചെയ്തവർക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്തു അത് ആഡ് ചെയ്യാനായിട്ട്, ആ ഒരു എലിജിബിലിറ്റി ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്പറോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനോ ഈ വക കാര്യങ്ങളൊന്നും അതിൽ ചോദിക്കുന്നില്ല. അതിലാകെ ചോദിക്കുന്നത് സെറ്റ് നിങ്ങൾ എപ്പോഴാണ് പാസ്സായത്, അതായത് പ്രീസെല്ലെ ആണെങ്കിൽ ആ ഒരു ഇയർ എപ്പോഴാണോ പാസ്സായത് ആ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കൂടെ ചോദിക്കുന്നുണ്ട്. പിന്നെ മാർക്കും പെർസെൻറ്റേജ് ഒക്കെ കാണുമായിരിക്കും. അപ്പൊ അത് നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും HSSTക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ട് ആരും HSSTക്ക് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഉടനെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. കാരണം നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടുള്ള HSST എക്സാം ആണ്. അപ്പൊ റീസെന്റ് സെറ്റ് ക്വാളിഫൈ ചെയ്തവർക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ? കാരണം എന്താ, സെറ്റ് ക്വാളിഫൈ ചെയ്തു ഉടനെ തന്നെ HSST എക്സാം വന്നു. ഇതൊക്കെ അധികം പേർക്കും, ഇതെല്ലാം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. കാരണം സെറ്റ് ക്വാളിഫൈ ചെയ്ത് ഒരുപാട് കാത്തിരുന്ന് HSSTക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ റീസെന്റ് ഇപ്പൊ സെറ്റ് ക്വാളിഫൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്, ഒരു അവസരമാണ്. അപ്പൊ അതുകൊണ്ട് അത് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഗ്യാപ്പ് വന്നവരായിക്കോട്ടെ ഗ്യാപ്പ് വരാത്തവരായിക്കോട്ടെ ഏത് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട് മീൻസ് പഠിക്കേണ്ടത് പോലെ പഠിക്കാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന് മടിയായി പിന്നെ നാളെ പഠിക്കാന്ന് വിചാരിച്ചു, നാളെ മടിയായി മറ്റന്നാൾ പഠിക്കാന്ന് വിചാരിച്ചു, അങ്ങനെ മടി പിടിച്ചിട്ട് കാര്യമില്ല. ഇന്ന് തൊട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന HSST നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എല്ലാവരും ഇപ്പൊ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ കോഴ്സിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അത്രയും നമുക്കൊരു ടൈം ഉണ്ട് അല്ലെ, 5-6 മാസം നമുക്കുണ്ട്. അപ്പൊ ആ 5 മാസത്തിൽ കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സമയം കളയാതെ ഇന്ന് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മുടെ CCയിൽ ഇപ്പോൾ HSSTന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, CCയിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ പേപ്പറിന് മാത്രമായിട്ട് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കെമിസ്ട്രിക്ക് ആയിട്ടുള്ളതുണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട് ആൻഡ് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ലൈവ് സെഷൻസ് ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സുകളാണെങ്കിലും മോക്ക് എക്സാംസ് ആണെങ്കിലും മോഡൽ എക്സാംസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും ആയിട്ടാണ് നമ്മളിവിടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എക്സാം വരുന്നത് മെയ് ടു ജൂലൈ 2026 ആണ്. സോ അതുവരെ കാത്തിരിക്കാതെ, അതായത് എക്സാമിന് 1 മാസം 2 മാസം മുൻപ് പഠിക്കാൻ എന്താ നമ്മുടെ കേട്ടറ്റോ സീറ്ററ്റോ ഒന്നും അല്ല അല്ലെ, വലിയൊരു എക്സാം ആണ്. ഹയർ സെക്കൻഡറി ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് റിവിഷനോട് കൂടെ അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ മീൻസ് അതിൽ ലിസ്റ്റിൽ വരാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അതായത് ഇപ്പൊ ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞത് എന്തായിരുന്നു, സെറ്റ് ക്വാളിഫൈ ചെയ്തു അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി.
ഇനി ഇതുപോലെ വല്ല ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് താഴെ കമന്റ് ചെയ്യുക. അതിന്റെ റിപ്ലൈ എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് മറക്കണ്ട, ഇന്ന് തന്നെ പഠിക്കാനും കൂടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ലേണിംഗ് ആൻഡ് ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.